എന്താണ് ശ്രീരാഗ് കട്ടിക്കൊണ്ടിരിക്കുന്നത്? നാളെ ട്രിപ്പ് പോകണതല്ലേ ബോസേ? നാളെ ട്രിപ്പ് പോണ്ടേ? പിന്നെ അല്ല. അപ്പൊ ഞങ്ങൾ നാളെ ഇൻഷാ അല്ലാ ഞങ്ങൾ എവിടേക്കാണ് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി പോണത്? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അപ്പം ഞാനും സായിസും ശ്രീരാഗും അതുപോലെ തന്നെ നന്ദുട്ടനും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഊട്ടി പോകാൻ വേണ്ടി പോട്ടെ. ഇപ്പോൾ ചെക്കന്മാർ ഫുള്ള് ഇങ്ങനെ റീൽസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഊട്ടിത്തെ വ്ളോഗ്, ഊട്ടി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നും റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കൂടുതൽ അയച്ചിരുന്നത് ഫായും അതുപോലെ തന്നെ സായിസും കേട്ടോ. പിന്നെ ഇവനാണ് ഏറ്റവും കൂടുതലായി ഊട്ടിനെ പറ്റി എന്നും ഡയലി ഇങ്ങനെ പറയാ, എടാ ഒറ്റ മൈൻഡ്, എന്താണ് ഒറ്റ മൈൻഡിൽ നമ്മൾ ഊട്ടി പോവാ, അതാണ് നമ്മൾ ലക്ഷ്യം കേട്ടോ. അപ്പം എന്തായാലും ബോസ്, നമ്മളെ പുതിയൊരു അതിഥി കേട്ടാ. അതിന്റെ പേരെന്താ പറഞ്ഞു? ആദിത്യൻ. ഇതാണ് നിങ്ങളെ ശ്രീരാഗ്. ഈ ഷർട്ട് എനിക്ക് എവിടെ കണ്ടുപരിചയം ഉണ്ടാവും. ഇത് ഒന്നും നോക്കണ്ടെന്ന് അവന്റെ ഷർട്ടാണ്. ഇതാണ് നമ്മുടെ ശ്രീരാഗിന്റെ ഷോപ്പ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വരാവുന്നതാണ്. ഇടയ്ക്കിടെ പ്രൊമോഷൻ. ചിലപ്പോൾ ഒരു 60 ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവുള്ളൂ വീഡിയോ. എന്നാലും വീട്ടിൽ അവർക്കെല്ലാം ആരെങ്കിലും ഉപകാരപ്പെട്ടാലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും അപ്പൊ സായിസ് ഇപ്പൊ കുറച്ച് ഞാൻ വരും. സായിസ് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. സായിസാണ് അതുപോലെ തന്നെ ഈ ലെവനും കൂടി ഞങ്ങൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഇവന്റെ വക ഇവനിടയ്ക്ക് ഞങ്ങൾക്ക് ജ്യൂസൊക്കെ മേടിച്ചിരുന്നു. ഇവന് നല്ലൊരു ഞങ്ങളെ കൂട്ടത്തിൽ റിച്ച് എന്നൊക്കെ പറയില്ലേ, അത് നന്ദുട്ടനാട്ടാ. നന്ദുട്ടനാണ് ഞങ്ങളെ കുറച്ചും കൂടെ റിച്ച്. അപ്പോൾ ഓൻ്റെ വക നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ വെറുതെ ഒന്നിങ്ങനെ പറഞ്ഞതാണ്, എന്ത് എവിടെ പോവാന്ന്, ഒറ്റ മൈൻഡിൽ ഊട്ടിക്ക് പോവാന്ന്. അപ്പൊ അതെന്തായാലും തീരുമാനമായിക്കണ്. ഞാനിന്ന് കുറെ സമയം എസ്കേപ്പ് അടിക്കാൻ വേണ്ടി കുറെ തവണ പല കാര്യങ്ങളും പറഞ്ഞ് പലതും ഞാൻ നടത്തിയേക്ക്. പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡി ആയില്ല എല്ലാം. അപ്പൊ നാളെ കാണാം. നാളെ ഒറ്റ മൈൻഡ്. അതാ ഇതിന്റെ അവസാനം വരെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി, ഒറ്റ മൈൻഡിൽ നമ്മൾ പോകുന്നതായിരിക്കട്ടെ. പിന്നെ ഇവിടുത്തെ ബാക്കി വിഷ്വൽസ് ഒക്കെ ഞാൻ കുറച്ചുകൂടെ കാണിച്ചുതരാം. നമ്മൾ ആ ഭാഗം മാത്രമല്ല കാണിച്ചത്, ഈ ഭാഗം കൂടെ കാണിച്ചു തരാം. കണ്ട കുറേ ട്രോഫികളുണ്ട്, കണ്ടില്ലേ? എനിക്ക് ഒറ്റ ട്രോഫി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പഠിക്കണ സമയത്തും കിട്ടിയിട്ടില്ല, ഒരു സമയത്തും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇതിൽ ട്രോഫികൾ കുറച്ചെങ്കിലും ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? കലാലയത്തിന് തണലായി വഴി കാട്ടിയ പ്രിയ ഗുരുനാഥന്റെ സ്നേഹപൂർവ്വം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മുടെ സായിസ് ഇപ്പോൾ വരും കേട്ടോ. ഇതിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞത് സായിസാണ്. ഞാൻ കാണിച്ചു തരാം. സായിസ് ഇപ്പോൾ വരും. ഇതാണ് സായിസ്. എന്ത് വൈബിലാണ് നമ്മള് പോണത്? ഒറ്റ മൈൻഡില്. ഇപ്പൊ റീൽസിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ, എന്താണ് ഒറ്റ മൈൻഡ്. സായിസിന് എന്താണ് ഊട്ടിയെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരുന്നത്? എന്ത് 2-4 അനുഭവങ്ങൾ പറ. എത്ര വട്ടം ഊട്ടി പോയിട്ടുണ്ടായില്ലോ? പക്ഷെ എന്താ പറയാ, നിങ്ങളെ കൂടാതിട്ട് കുറച്ചും കൂടെ ബാക്കിങ്, ഒന്നും കൂടെ വെളുത്ത കുറച്ചും കൂടെ ലുക്ക് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അവിടെ തന്നെ എന്നാ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഊട്ടിനെ പറ്റിയിട്ട് 2-3-4 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാണ്ട്. ഇവിടെ ഉത്തരം പറ. ഊട്ടി എന്ന് പറയുമ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളെ പറ്റി രണ്ട് കാര്യങ്ങൾ പറയാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. രാത്രി നഗരങ്ങളിൽ നിന്ന് പോയിട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് രാപ്പറക്കാം. അതാണ് സായിസ് പറഞ്ഞിട്ടാ. അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഒന്നും കൂടെ തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങളൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താ അറിയോ, രാവിലെയൊക്കെ ഒറ്റ മൈൻഡാണ്. അപ്പൊ നമ്മള് രാവിലെ വരെ ഞാൻ ഇമാജിൻ ദാറ്റ് ഊട്ടി. അപ്പൊ എന്തായാലും ശ്രീരാഗ് പറ്റത്തിൽ കാണട്ടോ. എങ്ങനെ 3 മണിക്കാ? എടാ എന്റെ വീട് പുറത്തൂരാടാ ചെങ്ങായി. എല്ലാവർക്കും പേടിയുണ്ടല്ലോ. 3 മണിക്ക് ഇവിടെ എത്തണോ? ഞാൻ പൊതുവെ ഉറങ്ങുന്ന ടീമാണ്. കുറച്ച് അല്ലേ ഓക്കെ, എന്തായാലും സെറ്റാക്ക. എന്തായാലും അപ്പൊ സമയം 3:30. അങ്ങോട്ടില്ല ഒറ്റ മൈൻഡ്, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. 3:30 3 മണി 3:30 ഞാൻ നീക്കും അവിടെ. ഞങ്ങളവിടെ 1 മണിക്ക് അലാറം വെച്ചു. 1 മണിക്ക് അവിടുന്ന് പുറപ്പെടുക. എടാ ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് കേറ്റക്ക്. അല്ല ഞാൻ ഒരു കാര്യം ഈ ചുരം കയറുന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം കയറ്റിവിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഒരു 4:30 പക്ഷെ രാത്രി വെച്ചിട്ട് ഇങ്ങനെ വൈവാക്കിയിട്ട് പോവാ.
എല്ലാം അറിവുണ്ട് കേട്ടോ നന്ദുട്ടനെ എടാ നന്ദുട്ടനെ പരിചയപ്പെട്ടതൊക്കെ ഇവിടുന്നാണ് ഫസ്റ്റ്. നന്ദുട്ടനെ ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം. അതാ അവിടെ ഓനെ ഇടയിൽ കൂടെ വിഷയം മാറ്റിട്ടുണ്ട്. ശ്രീരാഗ് പറയും എന്തോ ശ്രീരാഗ് കാര്യമായിട്ട് പറയുന്നുട്ടാ. ശ്രീരാഗിന് ട്രോഫി മറ്റേടാ സംഭവം മനസ്സിലായി എനിക്ക്. ഓൻ ഇപ്രാവശ്യം മിസ്റ്റർ മലപ്പുറത്ത് ഇറങ്ങിണ്ടല്ലോ, അപ്പൊ അതിന്റെ ട്രോഫി ഓനിക്ക് തന്നെ കിട്ടണത്. അതാണ് ഉദ്ദേശിച്ചത്. പിടിച്ചതിന് എയിമായിക്കോ, കാരണം മറ്റേത് കഴിഞ്ഞു വിടുന്ന പ്രശ്നമാവും, സീനാവും. മോനെ ഷാട്ടൂരി കാണിച്ചിട. ഇവിടെ 2 പോസ്റ്റർ എടുക്കടാ. ധൈര്യം ഇവിടെ 2 പോസ്റ്റർ ഇടാ. അത് പറ്റില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഒറ്റ മൈൻഡിൽ നമ്മൾ നേരെ എടുക്കാൻ പോണത് ഊട്ടി. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഞാൻ താടി അടിച്ച ഇത് ഊട്ടി പോണ പ്രമാണിച്ചിട്ട് ഞാൻ പഠിച്ചത്. 2:15 അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. കണ്ട ഡ്രസ്സൊക്കെ മാറി കിട്ടാം. പക്ഷെ നല്ല പേടിയുണ്ട് പോകാൻ. ഈ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. പുതിയങ്ങാടി വരെ എത്തണ്ടേ. എന്തായാലും പോയേക്കാം. സെറ്റ്. സമയം ഇപ്പൊ 3 മണിട്ടാ. ശ്രീരാഗ് വന്നിരിക്കുന്നു. ശ്രീരാഗ് കുട്ടിയൊക്കെ എടുത്ത് വന്നിരിക്കുന്നു. എവിടെ വന്നിട്ടുണ്ട്? എന്തായാലും കുഴപ്പമില്ല. നന്ദുട്ടനൊക്കെ ഫ്രീക്കില് ആളെ മനസ്സിലാവണ പോലും ഇല്ല കേട്ടാ. നമ്മളെന്തായാലും നമ്മളെ യാത്ര തുടരാൻ വേണ്ടി പോണ്. സൈസ് ഗുഡ് മോർണിംഗ് ശ്രീരാഗ്. ഹാവ് എ നൈസ് ഡേ. നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. ഒരേ മൈൻഡ്, ഒറ്റ വൈബ്. നമ്മളെ ബോസ് ഇതൊക്കെ കിട്ടാ. ആരാണിത്? ചെക്ക ഫുൾ ഫ്രീക്കിലട്ടാ. നമ്മള് ഫ്രീക്കിൽ തന്നെയാണ്. ഒട്ടും നമ്മള് കുറക്കൂല. നിലമ്പൂർ എത്തിക്കണ്ട. ചായ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. ഇതെന്താ നിലമ്പൂരിന്റെ സ്പെഷ്യൽ സാധനം. ശ്രീരാഗ തണുപ്പുണ്ടാ? തണുപ്പില്ല. നമ്മള് ചായ ഓർഡർ ആക്കിക്കണ്ട. ലൈറ്റ് ചായ നമ്മൾ കുടിക്കുള്ളൂ. ഡ്രസ്സൊക്കെ മാറിക്കണ്ട. സ്റ്റേറ്റ് മാറിയ അപ്പൊ ഡ്രസ്സ് മാറാൻ പറ്റില്ല. ശ്രീരാഗ് സെറ്റല്ലേ? നന്ദുട്ടന്റെ ബാക്കിൽ തന്നെ കേട്ടോ. ഞാനിങ്ങനെ തിരിക്ക ക്യാമറ കേട്ടല്ലേ. നല്ല തണുപ്പുണ്ട് കൈസ്. എന്ത് തണുപ്പറിയോ. നന്ദുട്ടനിക്ക് എന്താ പറയാനുള്ളത്? ബാക്കിലാട്ടോ. ഞങ്ങൾ ഈ ഞങ്ങൾ ഈ പള്ളി കയറി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു 1 മാസം മുന്നേ. ഞാനും എൻ്റെ അനിയനും കൂടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ നിസ്കരിക്കുക ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നിസ്കരിച്ചിക്കാണ്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലേ, നല്ലൊരു വൈബില്ല അവിടെ കാണാൻ. ശ്രീരാഗ തണുപ്പ് എങ്ങനെയുണ്ട്? ലുക്കൊക്കെ ഇതിൽ കൂടെ മോനെ ചോപ്പിട്ടി. എഫക്റ്റ് ഇട്ടതൊന്നുമില്ല കേട്ടാ. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഒറ്റ മൈൻഡ്. സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ചൈനക്കായിട്ട് തണുപ്പുണ്ട്. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഇവിടെ നമ്മള് പകുതി ഇതേപോലെത്തന്നെയല്ലോ. തണുത്ത് വിറച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അതെ, മഞ്ഞത്ത് പിടിച്ചിട്ടാണ് മോനെ. ഇതെന്താ ബോക്സിങ്ങിന് വേണ്ട? പണ്ട് ഏതാ? പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനം കൊണ്ടല്ലോ എനിക്ക് ഗുൻഫു. തണുപ്പ് നമ്മള് എന്നല്ല ഇവിടെ. ഞാൻ ഫോട്ടോ എടുത്തരാം. ഭയങ്കര തണുപ്പോട്ടാ ബൂട്ടില്. പറയാൻ കയ്യൊക്കെ ഉണ്ടല്ലോ മരവിച്ചിട്ട് ഒരു ജാതി ഒരു കോലായിക്കണ്. നമ്മുടെ നന്ദുട്ടൻ സായിസിന് ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ബോസേ എങ്ങനെയുണ്ട്? കാണിച്ചു തങ്ങടി. ഈ സൈഡിൽ പോതി കാണിച്ചൊക്കെ. ഇല്ലടാ, കാണില്ല. പൊടിയില്ലേ? ഒന്നുമില്ല, അത്ര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി വരും ഇല്ല. ഞങ്ങൾ ഉക്കാലിസ് മരത്തിന് മുമ്പിൽ എത്തിക്കണ്ട. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ സായിസിന്റെ ഒരു വണ്ടി വന്നൊരു ഡയലോഗ് അടിച്ചിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടിട്ട്. കൊട്ടൻ ചുക്കാലി ഊക്കാലിസ്. അത് തണുപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഇത് ഡിസംബറാണ്. എന്താണ് ഉറങ്ങുന്നത്? അത്ര തണുപ്പോട്ടാ, ഭയങ്കര തണുപ്പാണ്.
ഒന്നും പറയില്ല. ജാൻ തിരിഞ്ഞ് നടന്ന ഓക്കെ സെറ്റ്. ഇനി ആരെങ്കിലും ഒറ്റ മൈൻഡിൽ കുട്ടിക്ക് വരുമോ? ഇല്ല, ഇവരാണ് ഒറ്റ മൈൻഡിൻ്റെ ആള്. സാധ്യത ഞാനൊന്ന് പുകഴ്ത്തി പറഞ്ഞു 2 മിനിറ്റ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഉണ്ട് ഊട്ടി എത്താമെന്നായിരുന്നു എൻ്റെ പ്ലാന്. എന്നിട്ട് വേഗം തിരിച്ചു വരാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടിട്ട് അതിശയപ്പെട്ടിരിക്കുന്നു. കണ്ടോന്നൊക്കെ മീശപ്പുലിമലയില് മഞ്ഞ് ഊട്ടിയിലുണ്ട്. നമ്മളെ ശ്രീരാഘാട്ടോ അങ്ങോട്ട് കയറിപ്പോണ്. നന്ദോട്ടനെ നടക്കുന്നു. നന്ദോട്ടാ ഒറ്റ വൈബ്. ഐസിനാണ് ഇങ്ങനത്തെ കൂരാക്കൂര് വഴികളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ അതിൽ 1.5 വ്യൂ ആണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നുകൂടെ നോക്കിയ എന്തൊരു തവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. ശ്രീരാഗ് കണ്ടിക്കണ സായിസിന്റെ കൂടെ അതിനാടാ ഞാൻ പറഞ്ഞത്. മനസ്സിലായ ഞാൻ ആദ്യം അല്ലെങ്കിലും ഊട്ടിൽ ഇങ്ങനെ മഞ്ഞ് വിരിഞ്ഞ് കിടക്കണ്ടിട്ടില്ല. അതെ സോറി എന്താണ് കോട 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 വിരിഞ്ഞ് കിടക്കണത്. റൂട്ട് കാണിച്ചു ഇതാ ഈ റൂട്ട് ആരും വരാത്ത റൂട്ട്. അങ്ങനെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ആരും സഞ്ചരിക്കാത്ത ഇടവഴികളിലൂടെ സഞ്ചരിക്കാനാണ് സായിസിന് എപ്പോഴും ഇഷ്ടം. അല്ല സായിസ്, ഞാൻ ആദിവാസിയാണ്. അങ്ങനെ നടന്ന് നമ്മളിതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലെത്തിയിരിക്കുന്നു. ഭയങ്കര ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ചായ അടിക്കാൻ വേണ്ടി പോകട്ടാ. ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. ഇഡ്ഡലി കഴിക്കൂലേ? ഇഡ്ഡലി ഓൻ കഴിക്കുമായിരിക്കൂലേ? എന്താ വായു നമ്മൾ ഇഡ്ഡലി ഇട്ടാ 1 രൂപ ഇഡ്ഡലിക്ക്. അങ്ങനെ 10 ഇഡ്ഡലി മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കഴിക്കാം കേട്ടോ. നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളെ തീരുമാനങ്ങളാട്ടത്. അല്ലേ റേറ്റ് 1 രൂപ. 1 ഇഡ്ഡലിക്ക് 1 രൂപ. അപ്പോൾ 10 ഇഡ്ഡലിക്ക് 10 രൂപ ഓൺലി. ഇവിടെ പോയ സമയത്ത് നമ്മളെ അവിടുത്തെ ഇഡ്ഡലി തീർന്നിരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പൂരിയും അതുപോലെ തന്നെ ബജ്ജി കറിയും കൂടെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരാൾ ഇതിനിടയ്ക്ക് ഡയറ്റ് വിടാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത് ശ്രീരാഗിന് എന്തൊക്കെ സ്പെഷ്യലുണ്ട്? മുട്ട, പിന്നെ അതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? കിഴങ്ങ്. ഓക്കെ, നമ്മൾ ചെക്കുന്ന ഇവിടെ ഇരിക്കുന്ന കഴിക്കില്ല ഗൈസ്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നല്ല പൂരിയും നല്ല കറിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ നെക്സ്റ്റ് ഞങ്ങൾ മേൽക്കവട്ടി വില്ലേജ് തന്നെ ഒരു വില്ലേജിൽ പോകാൻ വേണ്ടി പോവാണ്. സോ അവിടെ സ്ട്രോബെറി അതുപോലെ തന്നെ ക്യാരറ്റ് അതിൻ്റെയൊക്കെ മെയിൻ സ്ഥലം അവിടെ ഉണ്ടാവും. നമ്മളെന്തെയും ആ വില്ലേജിൽ പോയിട്ട് പറിക്കുന്ന വീഡിയോ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നായിരിക്കും. എന്തോന്ന് എടുക്കണേ? പറിക്കുന്ന വീഡിയോ അല്ല. അങ്ങനെ പിന്നെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഫുള്ള്. ഒരു ഗ്രാമപ്രദേശത്ത് വന്നിട്ടുണ്ട്. മേപ്പലാഞ്ചി അങ്ങനെ എന്തുകൊണ്ട് ഗ്രാമത്തിൻ്റെ പേര്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുന്ന് ഇങ്ങനെ സത്യം പറഞ്ഞാൽ മേൽക്കാവട്ടി. സത്യം പറയല്ലോ ഇത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ഒരു ഗുമ്മ് തോന്നൂല. പക്ഷെ മണലത് ചാണാണത്. ഞങ്ങളവിടെ കുറച്ച് ചേച്ചിമാരവിടെ എന്തോ പറിക്കുന്നുണ്ട്. ഞങ്ങൾ അവരുടെ അടുത്തൊന്ന് പോയോക്കട്ടെ. എന്തായാലും എന്താ പോയി ഇറങ്ങി ട്രിപ്പൊന്നും ആൾക്കാരട്ടാ. ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗി എന്നിട്ട് ഇവർ വന്ന് ഇവിടെ ഇരിക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. അത്രയും ഇവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. കണ്ടാ ചേച്ചിമാരുണ്ടല്ലോ ഇങ്ങനെ ഉരുളങ്കിഴങ്ങനെ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കട്ടാ. അപ്പോൾ ഒരാളിങ്ങനെ പറിക്കുന്നുണ്ട്, അതവിടെ പാക്കറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ നിറച്ച് ഉരുളങ്കിഴങ്ങട്ടാ. ഫ്രഷ് പീസ്. കമ്പല്ല കേട്ടാ. എനിക്കാണ് ഇതിനോടൊക്കെ വലിയ കമ്പുള്ളത്. അല്ലേ കണ്ട ഇഷ്ടമായ റൈസിന് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു കുട്ടി അതൊക്കെയാണ്. സ്വാമിയാണല്ലോ. തമിഴിലെന്താ പറയുക? തമിഴിൽ പൊട്ടേറ്റോ എന്ന് പറയും. ഇത് തമിഴിൽ എന്താ പേസും? കിളങ്ക്. ഓക്കെ. ഹിന്ദിയിൽ ആളാ ആലു. ഒരുപാട് നാളത്തെ ഇതേപോലത്തെ ഒരു ആഗ്രഹം തന്നെ കേട്ടോ, ക്യാരറ്റ് ഫാക്ടറി ഒന്ന് കാണാന്നുള്ളത്. അപ്പോൾ ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ കയറി കാണാൻ വേണ്ടി പോകട്ടെ.
തൊഴിലാളികളുണ്ട് അതിൽ ആളിലെ ക്യാരറ്റിൻ്റെ ഓരോ പ്രോസസ്സിംഗ് അല്ലേ വൃത്തിയാക്കലുണ്ട് കയറി കണ്ടല്ലോ സൈസ് ചോദിച്ചു നോക്കാം വാ നിറച്ച് വെച്ചിരിക്കണ ക്യാരറ്റ് ആട്ടോ ഫുൾ ക്യാരറ്റ് അത് ഫ്രഷ് തൊട്ടോക്കട്ടെ ആഗ്രഹങ്ങളുള്ളതാണ് അപ്പം തൊട്ടോക്കണം നിർബന്ധമല്ലേ അതിനാണ് അവിടെ ഉണ്ട് അവിടെ വേറെ തോന്നുന്നത് അത് വേറെ തോന്നുന്നുട്ടാണ് നമ്മൾ അവിടെ പോയേക്കാം അവിടെ കുറച്ചും കൂടെ ഫാസ്റ്റാണ് കാര്യങ്ങൾ സൈസിനൊക്കെ വരെ മറ്റേ സൈസും ഞാനും കൂടെ നിലത്ത് വിടുന്നത് ഇവർ രണ്ടാളും കുറച്ചും കൂടെ മുമ്പിൽ പോയിട്ടാണ് നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വന്നിക്കാണ് ഇവൻ ആങ്കർ ഫോട്ടോ അടിച്ചത് മാറിപ്പോയതാണ് റോഡ് തന്നല്ല പശു മുന്നിക്കന്ന് പ്രശ്നമായി ഇപ്പൊ എന്റെ ഒരു അവസ്ഥ കാണിച്ചു കൊടുത്താ തിരിച്ചു കാണിച്ചു കൊടുത്താ പേടിച്ചിട്ടില്ല അപ്പൊ ഇതാണ് നമ്മളിവിടെ നിന്നാണ് എല്ലാം സെറ്റ് ആക്കിയത് വീട വാടിക്കൊരു സങ്കടമൊക്കെ ഉണ്ടായി നല്ല വേനുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഈ തണുപ്പത്ത് വീണപ്പോഴേ ഭയങ്കര ടെൻഷൻ നമ്മളെ സഹായിച്ച ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് താങ്ക്സ് ഞാൻ കെട്ടിത്തരാം ചളി പോകണ്ട ഒരൊറ്റ രണ്ട് കയ്യും കെട്ടിട്ടോ പരിപാടി വീട് ഊട്ടിക്ക് ചാടിക്കാൻ വന്നിട്ടുള്ള അവസ്ഥയാണ് ഗായ്സ് വണ്ടി വന്ന് വീണ് ഊട്ടി വണ്ടി വീണ് സ്ലിപ്പായി ചേച്ചി ഹെൽപ്പ് ചെയ്ത് ചേച്ചിയുടെ വീട് ഇത് നമ്മളിപ്പോ അങ്ങനെ ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുന്നു എങ്ങോട്ടെങ്കിലൊക്കെ പോവാൻ നിങ്ങൾ പ്ലാൻ ഇട്ടോണ്ടിരിക്കട്ടെ എനിക്കാണല്ലോ ഉറക്കം വരുന്നുണ്ട് നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ട് ഇവർക്ക് എങ്ങനെ അവസ്ഥ അറിയില്ല എടാ ഉറക്കം വരണ്ട ഇവര് പിന്നെ ഊക്കലായിട്ട് ആ 1 രൂപ ഇഡ്ഡലി ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല 10 ഇഡ്ഡലി മേടിച്ചിട്ട് 10 വരെ തിന്നു എന്നിട്ട് എന്റെ കുറ്റം പറയാം എന്ത് കഷ്ടമാണ് 5 രൂപ ചോറ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളിപ്പോ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു അത് നിർത്താൻ തോന്നുന്നു ശ്രീരാഗ സൈസാ ഇപ്പൊ ഡ്രൈവർ സൈസ് ആയിരിക്കുന്നു രാജൻ ഭാസ്കർ നിങ്ങൾ ചായ അടിക്കട്ടെ നല്ല ചായ ഊട്ടിയുടെ ചായ ഭയങ്കര വൈകുന്നേരത്തിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ അങ്ങനെ വെള്ളത്തിന് ദാഹിച്ചപ്പോ ശ്രീരാഗ് വെള്ളത്തിന്റെ ബോട്ടിലേറ്റ് വന്നിട്ടുണ്ടേ ഞാനിങ്ങനെ വിറച്ച് സംസാരിക്കണമെന്നറിയോ ചായ അടിക്കാൻ ഊട്ടി വന്നപ്പോ ആകെ പെട്ടിങ്ങനെ തണുത്തിട്ട് നിക്കാൻ മുഖത്തൊക്കെ എന്ത് തണുപ്പല്ലേ സോ ഗൈസ് നല്ല തണുപ്പട്ടാ ഞങ്ങൾ എന്തായാലും എവിടെങ്കിലൊക്കെ നിർത്തുണ്ടെങ്കിൽ എന്നെ കാണിച്ചല്ലേ ഗൈസ് അപ്പൊ തിരിച്ച് നമ്മളിവിടെ എത്തിയിരിക്കുന്നു സായിസിന് പനി അടിച്ചിരിക്കുന്നു എല്ലാവർക്കും പനി കേട്ടാ അയ്യോ എന്നെ മുറി അപ്പൊ എന്തായാലും പോട്ടെട്ടാ ഓൾ ദ ബെസ്റ്റ്